എല്ലാരും കേറണ്ട. ഒന്ന് ഫ്രെയിം നോക്കിയിട്ട് ചെയ്യേ. ക്യാമറ നോക്കൂ. ഒന്ന് എല്ലാവരും ക്യാമറയ്ക്ക് ഒന്ന് ഫേവർ ചെയ്യേ. ചേട്ടാ എല്ലാവരും മറയുന്നു, ആരും കിട്ടുന്നില്ല. നാല് പേരും നടുപ്പിച്ചെന്നേ. 4 പേരും നടുക്കിലെന്നേ. ഒരു മിനിറ്റ്, ആ 4 പേരും നടുക്കിലെന്നേ. ഒരു ഫോട്ടോ എടുക്കട്ടെ. ഒന്ന് മാറുന്നു എല്ലാവരും. ഒറ്റ മിനിറ്റ്. ആദ്യം ഒരു മിനിറ്റ് ചേട്ടാ, ഒരു മിനിറ്റ് ചേട്ടാ. അതാണ് കാണില്ല, ചേട്ടനെ കാണില്ല. ചേട്ടാ ഓപ്പോസിറ്റ് ക്യാമറയ്ക്ക് നിൽക്കണം. ഒന്ന് മാറിക്കാമോ ചേട്ടാ? ഒരു മിനിറ്റ് ഇടാ ചേട്ടാ. ഒരു പത്രത്തിന് വേണ്ടി ഒരു ഫോട്ടോ എടുക്കട്ടെ. ഒന്ന് ഫോട്ടോ എടുക്കട്ടെ എല്ലാവരും. ഒന്ന് നേരെ എല്ലാവരും നിന്ന് ഒരു ഫോട്ടോ എടുക്കട്ടെ. ഒരു മിനിറ്റ് ചേട്ടാ. പറയാം. അമ്മയ്ക്കൊരു മാല കൊടുത്തേ. ഒരു മിനിറ്റ് ചേട്ടാ ഇട്ടുകൊടുക്ക്. മാറി ഇനി മാറി സൈഡിൽ അമ്മയ്ക്കൊരു മാല കൂടി കൊടുത്തേ. ഒന്ന് തോളി ചെയ്തിട്ട് നിന്ന് എല്ലാവരും ഒന്ന് മുദ്രാവാക്യം പഠിക്കുന്ന പോലെ. സൗണ്ട് വേണ്ട. ഒന്ന് പതുക്കെ നടക്കാം. പതുക്കെ മുന്നോട്ട് നടക്കാം. പതുക്കെ. ബാക്കിയല്ല 4 പേര് ഫ്രണ്ടല്ലേ. ജോഗിയുടെ മകനാണ്, കൊല്ലപ്പെട്ട ജോഗിയുടെ മകനാണ്. ആ 4 പേരൊന്ന് ഫ്രണ്ടിൽ നിന്നേ, ഒരുമിച്ച് നിന്നേ. ആ 4 പേരൊന്ന് ചേട്ടാ ഒന്ന് ഫ്രണ്ടിൽ നിന്നേ. ഓക്കെ. ഇനി അതൊക്കെ ഓക്കെ. പതുക്കെ നടന്നോ. ഒരുമിച്ച് കിടക്ക് സാർ. ഓക്കെ സാർ. ഓക്കെ സാർ. ഓക്കെ. ഇനി ഇവിടെ വെച്ചിട്ട് ബൈക്ക് സാറേ ലൈറ്റ് ഓക്കെ അടിച്ച് ഇവിടെ വെച്ചിട്ട് തന്നെ ബൈറ്റ് എടുക്കാം. ഒരു മിനിറ്റ് അവിടെ നിർന്നോ. വാ 4 പേര് നിൽക്കും. ബൈറ്റ് എടുക്കാം. നേതാക്കളൊന്ന് സെന്ററിലേക്ക് നിന്നേ. ഒരുമിച്ച് കൊയ്യോ മാഷേ. ഓക്കെ. കുറച്ച് എല്ലാവരും ബാക്കിൽ നിന്നു. സെന്ററിലേക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ പോരാട്ടത്തിന്റെ 23 വർഷമായി നടക്കുന്ന ഒരു വിചാരണയുടെ ഘട്ടമാണിന്ന്. ചെയ്യാത്ത കുറ്റത്തിന് 100 കണക്കിന് ആദിവാസികളെയായിരുന്നു തടവിലിട്ടിരുന്നത്. അതിൽ 4 പേർ മാത്രമാണ് ഒരു താൽക്കാലിക ശിക്ഷയ്ക്ക് വിധേയമായത്. ആ ശിക്ഷ പൂർണ്ണമായും ശരിവെക്കില്ല എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം ആദിവാസികൾക്ക് വേണ്ടി ആദിവാസികൾ നടത്തിയ ആദ്യത്തെ പോരാട്ടമായ മുത്തങ്ങ പ്രക്ഷോഭത്തിൽ അവർ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നത് കോടതികൾ തെളിയിക്കും, ചരിത്രവും തെളിയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് വിഭാഗീയവും ഏകപക്ഷീയവുമായ ഒരു വിചാരണയുടെ ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന കുറ്റവിചാരണയും എല്ലാ ജയിൽവാസവും ഉൾപ്പെടെ. യഥാർത്ഥത്തിൽ
നീതി കിട്ടേണ്ട ആദിവാസികളുടെ വിഷയം ഇനിയും അഭിസംബോധന ചെയ്യാൻ കിടക്കുകയാണ്. പ്രത്യേകിച്ചും മുത്തങ്ങ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട ജോഗിയുടെ മരണം ഇനിയും അന്വേഷിക്കപ്പെട്ടിട്ടില്ല. ജോഗിയുടെ പേരുള്ള ഒരു കേസ് ഇപ്പോഴും ഒരു അനാഥജടം പോലെ നിൽക്കുകയാണ്, അവശേഷിക്കുകയാണ്. ആ അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടി ജോഗിയുടെ മരണം മാത്രമല്ല, മുത്തങ്ങ സമരത്തിൽ കൊല്ലപ്പെട്ട മറ്റ് ആദിവാസികളുടെയും ജയിലിലടക്കപ്പെട്ട കുട്ടികളുടെയും നൂറുകണക്കിന് ആദിവാസികളുടെയും പേരിൽ അവർക്കെതിരെ നടന്നിരുന്ന കുറ്റകൃത്യങ്ങൾ, വംശീയമായ ഒറ്റപ്പെടുത്തൽ, മർദ്ദനങ്ങൾ, ജയിൽവാസം, ഇതേ സംബന്ധിച്ചും തന്നെ യാതൊരു അന്വേഷണവും ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇത് വിഭാഗീയവും ഏകപക്ഷീയമായ ഒരു വിചാരണയാണ് 4 നൂറ്റാണ്ടായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഭരണാധികാരികൾ ആ തെറ്റ് തിരുത്തേണ്ട സമയമാണിപ്പോൾ. ഇതൊരു രണ്ടാം ജീവിക്കാനുള്ള സമരത്തിന് വേണ്ടിയുള്ള തുടക്കമായാണ് ഞങ്ങളുടെ ഈ ജയിൽവാസത്തിന്റെ സന്ദർഭം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ പുതിയൊരു പോരാട്ടത്തിന്റെ അധ്യായം കുറിക്കും. ഭൂമിക്ക് വേണ്ടിയുള്ള അതിവിപുലമായൊരു പ്രക്ഷോഭം കേരളത്തിൽ അരങ്ങേറും. കാരണം കേരളത്തിൽ രണ്ടാം ഭൂപരിഷ്കരണം നടക്കാൻ പോവുകയാണെന്നാണ് കേരള സർക്കാർ, UDF സർക്കാർ വിമ്പിളക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ മുത്തങ്ങയിൽ നിന്നും കുടിയിറക്കപ്പെട്ട മുഴുവൻ ആദിവാസികളുടെയും ഭൂമിക്ക് വേണ്ടിയുള്ള അവകാശത്തിനും കേരളത്തിലെ ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകളുടെയും വിശിഷ്യ ദളിത് വിഭാഗങ്ങളുടെ ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു പുതിയൊരു പോരാട്ടമുഖം ആരംഭിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് അറിയിക്കാനുള്ളത്. എന്തായാലും ജയ് ഭീം. തടയാനാകില്ല. മോചനത്തിൻ പോരാട്ടം, വീണ്ടെടുപ്പിൻ പോരാട്ടം, ഭൂമിക്കായുള്ള പോരാട്ടം, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, വീണ്ടെടുക്കും. എങ്ങളെ മണ്ണ് എങ്ങൾക്ക്, വീണ്ടെടുക്കും. എങ്ങളെ മണ്ണ് എങ്ങൾക്ക് തടയാനാകില്ല. നിലയ്ക്കാത്ത പോരാട്ടം, വിമോചനത്തിൻ പോരാട്ടം, വീണ്ടെടുപ്പിൻ പോരാട്ടം, ജയ് ഭീം, 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 ജയ് ഭീം. അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. ഭൂമിക്ക് വേണ്ടി പോരാടിയവർക്ക് അഭിവാദ്യങ്ങൾ, ഭൂമിക്ക് വേണ്ടി പോരാടിയവർക്ക് അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ. മക്കളെ പോരാട്ടം, മണ്ണിൻ മക്കളെ പോരാട്ടം, നിലക്കാത്ത പോരാട്ടം, വിമോചനത്തിൻ പോരാട്ടം. തടയാനാകില്ല, തടവറകൾക്കൊന്നും ആവില്ല, തടവറകൾക്ക് തടയാനാകില്ല. വിമോചനത്തിൻ പോരാട്ടം, വീണ്ടെടുപ്പിൻ പോരാട്ടം, വിമോചനത്തിൻ പോരാട്ടം. എങ്ങളെ മണ്ണ് എങ്ങൾക്ക്, നേടും വരെയും പോരാട്ടം, എങ്ങളെ മണ്ണ് എങ്ങൾക്ക്, നേടും വരെയും പോരാട്ടം. തടവറകൾക്ക് തടയാനാകില്ല. വിമോചനത്തിൻ പോരാട്ടം, വീണ്ടെടുപ്പിൻ പോരാട്ടം. എങ്ങളെ മണ്ണ് എങ്ങൾക്ക്, നേടും വരെയും പോരാട്ടം, നിലക്കാത്ത പോരാട്ടം, വിമോചനത്തിൻ പോരാട്ടം. നേതാക്കൾ, തടവറയിൽ കിടന്ന നേതാക്കൾ, മറക്കില്ല.
മറക്കില്ല 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 നിലയ്ക്കാത്ത പോരാട്ടം തടവർക്ക് തടയാനാകില്ല ഭൂമിക്കിടയിലുള്ള പോരാട്ടം ലൈവ് ക്ലോസ് ചെയ്തു